ഇപ്പോൾ ഇഷ്ടംപോലെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട്, വേറെയും വരുന്നുണ്ട്. ഇതെല്ലാം ചാലക്കുടിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബസ്സുകൾ. വെട്ടിയാട്ടിൽ മുത്തപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് ചാലക്കുടി. ആ ഒരു ഡയറക്ഷനിലുള്ള കേട്ടോ. അടുത്തൊന്നും ആണെന്ന് തോന്നുന്നില്ല. ഈ ക്ഷേത്രം അടുത്താണോ? 1/2 കിലോമീറ്റർ ഉള്ളോ? ഒത്തിരി പോകണോ? അടുത്തല്ല, കുറച്ച് ദൂരെയാണ് ക്ഷേത്രം. ചാലക്കുടി ടൗണിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ധാരാളം ഹോട്ടലുകളും റൂംസും ഒക്കെ കിട്ടാനുണ്ട്. ഡോർമെറ്ററി പോലത്തെ സംവിധാനമൊന്നും ഇവിടെ കണ്ടില്ല. ഈ ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെ ഫോട്ടോസ്റ്റാറ്റ്, ഇംഗ്ലീഷ് മരുന്നുകൾ എല്ലാം വിൽക്കുന്ന ഷോപ്സ് ഉണ്ട്. ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴക്കാറൊക്കെ തൂളുന്നുണ്ട്. വെയിലുമുണ്ട്, മഴയുമുണ്ട്. ഈ സൈഡിലായിട്ട് റിലയൻസ് സ്മാർട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അമൂൽ ഐസ്ക്രീം പാർലർ ഇടത് സൈഡിൽ. അവിടെ നിന്ന് വേണേൽ അമൂലിൻ്റെ ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കാം. ഇതിനകത്തൊക്കെ ധാരാളം ഷോപ്പുകളുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയിട്ട് വരാം. പകുതി ഷോപ്പുകളും ഷട്ടർ ഇട്ടിരിക്കുകയാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളൊന്നും കാണാൻ സാധിച്ചില്ല. ടൗണെന്ന് പറയാനായിട്ട് ചാലക്കുടി ടൗൺ എന്ന് പറയാനായിട്ട് ഈ കാണുന്ന ഫുള്ള് ടൗണാന്ന് തന്നെ ഞാൻ തോന്നുന്നു. വേറെ പ്രത്യേകിച്ച് ടൗൺ ഏരിയ ഒന്നും കാണുന്നില്ല. കമ്പ്യൂട്ടറിൻ്റെയൊക്കെ റീറ്റെയിൽ സർവീസ്, സെയിൽസ് സർവീസ് സെൻ്ററുകളും സാംസങ്ങിൻ്റെയൊക്കെ ഷോപ്പുകളാണ് ഇവിടെയുള്ളത്. സർവീസ് സെൻ്ററുകളൊക്കെ ഉണ്ട്. നമുക്കേതായാലും ക്രോസ് ചെയ്ത് ആ കാണുന്ന വഴിയിലൊന്ന് പോയി നോക്കാം. വലിയൊരു ബ്രിഡ്ജിൻ്റെ അടി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓവർ ബ്രിഡ്ജിൻ്റെ അടി കൂടെ.
ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അതിൻ്റെ അടുത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയൊരു പച്ചക്കറി മാർക്കറ്റൊക്കെ ഉണ്ട്. ചർച്ച് റോട്ടിൽ കൂടെ കേട്ടോ നമ്മളീ പോകുന്നത്. സെൻറ്റ് മേരീസ് ഫോറൈൻ ചർച്ചിന് മുമ്പിൽ ഒരു ആർച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ വന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. മൊബൈൽ ഷോപ്പുകളാണ്, മൊബൈൽ തുണികളൊക്കെ വയ്ക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഭാഗത്തായിരിക്കും കുറച്ച് ബിസി ഏറിയാണ് ഗൂഗിൾ മാപ്പിന് അത് കാണിക്കേണ്ടത്. അപ്പോൾ അത് തന്നെയായിരിക്കും ചാലക്കുടി ടൗൺ. തൃശ്ശൂർക്കുള്ള ബസ്സാണ് പോയത്. ഇതൊന്നും നല്ല ദൂരമുണ്ട് തൃശ്ശൂർക്ക്, അടുത്തല്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ തൃശ്ശൂരൊക്കെ ഒന്ന് ഇറങ്ങി, പക്ഷേ അത് ചെന്നതിൽ ലേറ്റായിട്ട്. അതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ പോയില്ല, പോകണം. ഈ ഒരു ഭാഗത്തായിട്ട് ധാരാളം മൺപാത്രങ്ങളും ഒക്കെ വയ്ക്കുന്നുണ്ടല്ലോ. ജസ്റ്റ് വിലയൊന്ന് ചോദിച്ചു നോക്കാം. കൂച്ചകളൊക്കെ ഉണ്ട്. ഈ മൺകൂച്ചയുടെ വിലയൊക്കെ എങ്ങനെയാണ്? 400, 500, 250 അല്ലേ ഇതിനൊക്കെ? ഓക്കെ. ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്ന ഈ ഒരു കറികളൊക്കെ വെക്കണം? കറികൾ വെക്കുന്നല്ലേ? സാമ്പാർ. ടൗൺ ഹാളിന്റെ ഓപ്പോസിറ്റ്. ആ, നമ്മൾ ചാലക്കുടി മാർക്കറ്റിൻ്റെ ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വഴി പോയിട്ട് വലത്തെ കൂടെ ഒരു തിരിവുണ്ട്. അവിടെയാണ് ചാലക്കുടി മാർക്കറ്റ് എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് അങ്ങനെ തെറ്റിക്കാറില്ല, സൂക്ഷിച്ചില്ല തെറ്റിക്കും. ഇവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ. ഈ ഭാഗത്തൊരു കല്യാൺസിൻ്റെ ഒരു ഷോറൂമുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 1:15 ഇന്ന് മഴക്കാറ് നല്ലപോലുണ്ട്, അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല, ചൂടില്ല. അവിടെ ഒരു EV സൈക്കിൾ ഷോപ്പ് കാണാം. വലിയൊരു സൈക്കിളിൻ്റെ ഷോപ്പാണെന്ന് തോന്നുന്നു. കുട്ടികൾക്കുള്ള കളിപ്പാട്ടമൊക്കെ ഉണ്ട് അവിടെ. ഇതുപോലത്തെ തടിപ്പെട്ടിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ടോ കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ്, ചാലക്കുടി വന്നപ്പോഴാണ് ഈ തടിപ്പെട്ടികളൊക്കെ കാണുന്നത്. ഈഞ്ഞപ്പെട്ടികളില്ലേ, ഈഞ്ഞപ്പെട്ടി എന്ന് പറയും. ചാലക്കുടി മാർക്കറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം.
ഇതേ ഗ്യാസ് അടുപ്പ് ഇതെന്തിനാണുള്ളത് വെച്ചാൽ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ പവർഫുള്ള ഗ്യാസ് അടുപ്പാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ആളാണോ ചേട്ടന്? ഈ ഗ്യാസ് അടുപ്പേ അല്ല ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ്? ഏതാ? 1050. നിങ്ങൾ ചെയ്തിട്ട് വയ്ക്കുന്നതാണ് ഇതൊക്കെ? ഈ തട്ടുകടയിലൊക്കെ യൂസ് ചെയ്ത ടൈപ്പാണത്? നല്ല ബലമാണ്, അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വെക്കുന്ന ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ എൻ്റെ പ്രശ്നം കുറച്ച് കഴിയുമ്പം അടിവശം അങ്ങ് തുരുമ്പിച്ചിട്ടേ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഒരു സെക്ഷനില്ലേ ഇതങ്ങ് തുരുമ്പിച്ച് ഗ്യാസ് അടുപ്പ് തിരിഞ്ഞു പോകും. ഇത് ബർണർ കിടന്ന് കറങ്ങാൻ തുടങ്ങും. അങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ തീ ആളും. വീട്ടിൽ തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ ഉള്ളൂ അങ്ങനെ തുരുമ്പിച്ചിട്ട്. ഈ ഒരു വർഷം 4-5 ഗ്യാസ് അടുപ്പ് മേടിച്ചു കേട്ടോ. ഒന്നും നിൽക്കുന്നില്ല, പല പല കമ്പനികളിൽ മേടിക്കും. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാസ് അടുപ്പ് പരത്തുള്ളം തോന്നുന്നു. എന്നുവെച്ചാൽ ഇത് റഫ് യൂസിന് വേണ്ടിയുള്ള ഗ്യാസ് അടുപ്പ്. ഈ ഒരു ടൈപ്പ് ഗ്യാസ് അടുപ്പൊക്കെ എന്നാ വില വരുന്നത്? 1000 രൂപ അല്ലേ? അപ്പോൾ ഈ 3 ബർണറൊക്കെ ഉള്ള വരുന്നുണ്ടോ? ഈ ഒരൊറ്റ ഈ ടൈപ്പ് വരുന്നുണ്ടോ അല്ലേ? സംഭവം നല്ല വില കിടക്കുമല്ലേ? കുറേ നാൾ കിടക്കും സാധനം, കുറേ നാൾ കിടക്കുമല്ലേ? വീട്ടിലെ മുഴുവൻ വീട്ടിൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനമേ തുരുമ്പിച്ചങ്ങ് താഴോട്ട് പോവുക, ബർണറിൻ്റെ ഭാവം നിൽക്കുന്നില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നോക്കിയിട്ട് ഇറങ്ങിയത്. ചവിട്ടികൾ പകുതി വില. ചവിട്ടികളൊക്കെ പകുതി വിലയ്ക്കാണോ? ഓക്കെ. ഏത് ടൈപ്പിനെ പകുതി വില? ഓക്കെ. ഇതൊക്കെ അല്ലേ 25 ഉള്ളത്. ഇത് 89. ഓക്കെ. ഇതിന് 100 രൂപ മുകളിലുണ്ട്. ഓക്കെ. 5 എണ്ണം 100 അല്ലേ? ഓക്കെ. 90 അല്ലേ? ഈ ഇരിക്കുന്ന ബ്രൗണിൻ്റെ അല്ലേ? പല കളറുണ്ടല്ലേ? ഇത് അടിയിൽ റബ്ബറുള്ളതല്ലേ? ഓക്കെ ഓക്കെ. ഒരു പാക്കിംഗ് മെഷീനറീസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ ആളില്ലെന്ന് തോന്നുന്നു. പച്ചക്കറിച്ചന്ത ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിലയൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ട്. തക്കാളി 40 രൂപ, കാബേജ് 40, പടവലം 40, നാടൻ പയർ 60, വഴുതന 40. ഇങ്ങനെയൊക്കെയാണ് പച്ചക്കറിയുടെ ചാലക്കുടിയിലെ വില. റൈസിൻ്റെ മൊത്ത കച്ചവടക്കാരനാണ് രണ്ട് ഈ കാണുന്നത് ഈ ഷോപ്പ് കേട്ടോ. പൂജാ സാധനങ്ങളും ചൂല് അങ്ങനെയൊക്കെയുള്ള നല്ലെണ്ണ അങ്ങനത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പ്. ബാഗുകളൊക്കെ കിടപ്പുണ്ട്, പഴയ ടൈപ്പ് ബാഗുകളില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ബാഗുകൾ. ആ ഭാഗത്തേക്കൊക്കെ ബ്ലോക്കാണ് വഴി. ലോറിയൊക്കെ വന്ന് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുക. ചന്തയ്ക്കാവും കേട്ടോ, ഇത് ചന്തയ്ക്കകത്തുള്ള വഴിയാണ്, ബ്ലോക്കാകും. ഇവിടെ മുഴുവൻ ഹോൾസെയിൽ കടയാണ്. ചവിട്ടിയൊക്കെ വയ്ക്കുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ചവിട്ടികൾ.
ഈ പുല്ലിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് വില വരുന്നത്? 35-45 മീറ്റർ അല്ലേ? അല്ല, സ്ക്വയർ ഫീറ്റ്. ഓക്കെ. വെറ്റിലയും പപ്പുമൊക്കെ വിൽക്കുന്ന കട കേട്ടോ. നമ്മളിപ്പം കോട്ടയം ഭാഗത്തൊന്നും ഒന്നും കാണാനില്ല. കോട്ടയം ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കോട്ടയം നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ്. അങ്ങോട്ട് നേരെ കിടപ്പുണ്ട് കേട്ടോ. ഇവനെ ഭയങ്കര ട്രാഫിക് ജാമാണ്, അതുകൊണ്ട് ഞാൻ വലത്തേക്കൊന്ന് തിരികെയാണ്. ഏത് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യാതൊരു ഐഡിയയില്ല. ശരിക്കും ചാലക്കുടി മാർക്കറ്റിനകത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നട് സെൻറ്റർ, ചാലക്കുടി മാർക്കറ്റിൻ്റെ നട് സെൻറ്ററിൽ. നല്ല കടച്ചക്കയൊക്കെ വയ്ക്കുന്നുണ്ട്. ഇത് പച്ചക്കറി മാർക്കറ്റാണ് ഭാഗത്ത്. അവിടെ ഒരു 4 പേരൊക്കെ പപ്പടം മേടിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ മുഴുവൻ പച്ചക്കറി മാർക്കറ്റ് തന്നെയാണ്. ഇഞ്ചി മാത്രം വിൽക്കുന്ന കടയാണോ? ഇഞ്ചിയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. അര കിലോ അല്ലെ 1 കിലോ ഏത്തപ്പഴം മേടിക്കും. ഏത്തപ്പഴത്തിൻ്റെ വില അറിയാമല്ലോ. അതല്ല, കഴിക്കാൻ വേണ്ടി മേടിക്കുന്നതായിട്ട് പറഞ്ഞു. ഇത് മൊത്ത വ്യാപാരമാണോ? 1 കിലോ ആയിട്ട് കൊടുക്കുമോ ഏത്തപ്പഴം? 1 കിലോ. ഇപ്പം എന്നാ വില? 60. ആ പഴുത്തത്? ആ പഴുത്തല്ലേ? ഒരു കവറോട്ട്. കോട്ടയം ഭാഗത്തൊക്കെ പഴത്തിന് 79 രൂപ, 75 രൂപ അങ്ങനെയൊക്കെയാണ് വില. ഇവിടെ 60 രൂപയുള്ളൂ കേട്ടോ. അതിന് ഹോൾസെയിൽ കടയിൽ ആയതുകൊണ്ടാണോ വില കുറഞ്ഞതെന്ന് അറിയത്തില്ല. ഒരു റീറ്റെയിലും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചീരത്തണ്ടാന്ന് തോന്നുന്നില്ല. അല്ല, ചീരത്തണ്ടല്ല, പയറാണ് കേട്ടോ. ഈ പയറിനൊക്കെ എങ്ങനെയാണ് വില? 1.5 കിലോ 100 അല്ലേ? ഇതിനും സെയിം വില തന്നെയാണ്? 50. 1.5 കിലോ 50 അല്ലേ? 1.5 കിലോ കുറച്ച് കൊടുക്കുമോ? 1.5 കിലോ കുറച്ച് കൊടുക്കുമോ? ഓക്കെ. എല്ലാം ഹോൾസെയിൽ കടകളാണ്, പക്ഷേ റീറ്റെയിലും കൊടുക്കും കേട്ടോ. കൂർക്കയും കപ്പയും തേങ്ങയൊക്കെ വിൽക്കുന്നുണ്ട്. തേങ്ങയൊക്കെ പൊട്ടിക്കണം. തേങ്ങ എങ്ങനെയാണ്? കിലോയ്ക്കാണോ തേങ്ങ? അല്ല, വില പറഞ്ഞത്. തേങ്ങ കിലോയ്ക്കാണോ? കിലോയ്ക്കാണോ തേങ്ങ? എത്ര തേങ്ങ? 65. തേങ്ങയുടെ വിലയും നല്ല കുറവുണ്ട് കേട്ടോ. 65. അവിടെയൊക്കെ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ, പേരൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട്, അവിടെയൊക്കെ 80 രൂപ ഒരു തേങ്ങയ്ക്ക്. പിന്നെ മാർക്കറ്റിൽ ചെന്നാൽ ഒരു ഈ പറയുന്ന പോലെ 67 രൂപ 64 രൂപയൊക്കെ കിട്ടും കേട്ടോ. കോട്ടയത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പച്ചക്കറി മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ അതുവഴിയാണ് പോയത്. അപ്പോൾ നമ്മൾ കറങ്ങി വന്നിരിക്കുകയാണ് നാട്ടിൽ.
ഈ ഒരു ഇത്രയും ഭാഗം കൊണ്ടേ ഈ ഒരു മാർക്കറ്റിൻ്റെ ഭാഗം തീർന്നിരിക്കുക കേട്ടോ. അതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ്. ആ കാണുന്ന വഴി. മാളയ്ക്കുള്ള ബസ്സേ അങ്ങനെ ഇങ്ങനെയൊന്നും വരുന്ന പോകുന്നില്ല. ഒരു 10-20 മിനിറ്റായിട്ട് ഞാനിവിടെ തന്നെ നിൽക്കുക. ഇനി നോക്കുന്നല്ലേ 3 മണിക്കുള്ള പരിശ്രമമുണ്ടല്ലോ, 3-3:30 ആകുമ്പോൾ അത് പോവും. കാരണം ഞാൻ പതുക്കെ നടന്നു തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊന്നൊരു 2 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക്. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ആ പണി നടക്കുന്ന ബസ്സൊക്കെ വേറെ വഴിക്കാണ് തിരിഞ്ഞു പോകുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതായിരിക്കും കാരണം. ഇവിടെ ഒരു നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു, ആ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഇടത്തേക്ക്, അതുവഴി പോകാം. ചേട്ടാ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ബസ് കിട്ടുമോ? റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് ബസ് കിട്ടുമോ? ഇവിടെ നിന്നാൽ മതി അല്ലേ? ഓ ഞാൻ കുറേ നേരം അവിടെ പോയി നിന്നേ, ബസ് കിട്ടി. ജൂഡിയല്ലേ? ആണല്ലേ? ആ ആ ഓക്കെ. അപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡിലാണ് നിൽക്കേണ്ടത്. നമ്മൾ ഞാനിപ്പോൾ നടന്നു വന്നതായാലും കറക്റ്റായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാളയ്ക്കുള്ള നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കിട്ടും എന്നാണ് പറഞ്ഞത്. മാളയ്ക്ക് പോകുന്ന ബസ്സിൽ കയറി വന്നാൽ മതി. ഒരു ബസ് വരുന്നുണ്ടല്ലോ, അത് കയറി മതിയായിരിക്കും. ഞാനോട് പറഞ്ഞിട്ട് കേസ് അപ്പോഴേ ചാലക്കുടി മാർക്കറ്റിൽ കൂടെയുള്ള കറക്കവും പിന്നെ ടൗണിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.